ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് ഈ കൊച്ചി ഫുള്ള് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ, യാത്ര ചെയ്യാനൊക്കെ ഉള്ളവർക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഈ ഓട്ടോ ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നല്ലൊരു ഓപ്ഷനാണ് ഇത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് വരുന്നത്, പുറത്തൊക്കെ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ വന്നൊരു സംഭവമാണ്. കൊള്ളാം. ഞാൻ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്തു, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. കൊള്ളാം, നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. നല്ല സ്മൂത്ത് റൈഡായിരുന്നു. ഞാൻ വിചാരിച്ചു കയറ്റമൊക്കെ കയറുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പാലത്തിൽ കൂടി നല്ല സുഖമായിട്ട് കയറി പോന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എത്ര മണിക്കൂറായി ഉപയോഗിച്ചത്? ഞാനിപ്പോൾ ടോട്ടലി ഒരു ദിവസവും പിന്നെ 8 മണിക്കൂർ. അത് 8 മണിക്കൂറിൻ്റെ പ്ലാനാണ് ചെയ്തത്, ട്രയൽ നോക്കാൻ വേണ്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ 1 ഡേ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തത് ആണല്ലേ. ഈ വണ്ടിയുടെ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻസ് എങ്ങനെയുണ്ട്? എനിക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അത് തന്നെ ഫാസ്റ്റാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഹെൽമെറ്റും കാര്യങ്ങളും അങ്ങനെയുള്ളതൊന്നും ഇല്ല. നമുക്ക് ഈ ട്രാഫിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഒരു ചെറിയൊരു സംഭവമാണ്. ഏതൊരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സംഭവമാണ്. ഇപ്പോൾ ഈ കൊച്ചിയിലെ ട്രാഫിക്ക് വെച്ചിട്ട് ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന്. പൊതുവേ ഇലക്ട്രിക് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ബാറ്ററി ലോ വരുന്നു. അതിനെയൊക്കെ എങ്ങനെയാണ്? ഓക്കെ, ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഓരോ വെഹിക്കിളിൻ്റെയും എത്ര കിലോമീറ്റർ പിന്നെ അതിനകത്ത് കവർ ചെയ്യാൻ പറ്റും എന്നൊരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ എത്ര കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തൊന്നും കാണിക്കുന്നുണ്ട്. ഇനി ബാലൻസ് എത്ര ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചാണ് അത് ആപ്പ് എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. വണ്ടി ചൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവൈലബിൾ എല്ലാ വെഹിക്കിൾസിൻ്റെയും എല്ലാ സ്റ്റേഷനിലെ എല്ലാ വെഹിക്കിൾസിൻ്റെയും ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. മൊബൈൽ ആപ്പ് യൂസർ ഫ്രണ്ട്ലി ആണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അതിൻ്റെ ബാറ്ററിയുടെ ഒന്നും സംശയം വേണ്ട വണ്ടി ഇല്ല അങ്ങനെ ഒരു വിഷയമില്ല. എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചൂസ് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് ഇഷ്ടമുള്ള വണ്ടി സെലക്ട് ചെയ്യാനും പറ്റും. കംപ്ലൈൻറ്റ്സ് ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നും ഇല്ല, ഒന്നും തോന്നിയില്ല. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ യുലു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് 1 hour പ്ലാൻ ഉണ്ട്. 1 hour പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അബൌട്ട് 120 ആണ്. പിന്നെ 3 hour പ്ലാൻ അബൌട്ട് 380 വരും. പിന്നെ 1 day പ്ലാൻ ഉണ്ട്, അത് 499 വരും. അപ്പോൾ അതെടുത്തതിന് ശേഷം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾസ്, ഓരോ യുലു സ്റ്റേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എത്ര വെഹിക്കിൾസിൻ്റെ ഏതൊക്കെയുണ്ട് എന്ന് കാണിക്കും. എന്നിട്ട് അതിൻ്റെ റേഞ്ച് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് എത്ര കിലോമീറ്റർ കൂടി ഇനി ഓടും എന്നുള്ളത് നമുക്ക് ആ ആപ്പിൽ ഓരോ വെഹിക്കിളിൻ്റെയും കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കൂടുതൽ റേഞ്ച് ഉള്ളത് നോക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് സ്കാനർ ഓപ്പൺ ആവും. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നേരെ ആ വെഹിക്കിളിൽ പോവുക, സ്കാൻ ചെയ്യുമ്പോൾ തന്നെ വെഹിക്കിൾ സ്റ്റാർട്ടാവും. അവിടെ നമുക്ക് യൂസ് ചെയ്യാം. തിരിച്ചുകൊണ്ട് വെക്കുന്നതാണെങ്കിൽ ഇവർ പറയുന്നതനുസരിച്ച് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പ്ലാൻ എക്സ്പയർ ആവുന്നതിന് മുമ്പ് തിരിച്ചു കൊണ്ടുവന്ന് വെക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പെനാൽറ്റീസ് വരുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്ലാൻ എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ വീണ്ടും പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പുതിയൊരു പ്ലാനും കൂടി ചെയ്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക.